UDF യോഗത്തിൽ അവഗണന നേരിട്ടുവെന്ന് പരാതി ഉന്നയിച്ച ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ട് വി ഡി സതീശൻ. ഇന്ന് രാവിലെയാണ് അന്യ നീക്കവുമായി വി ഡി സതീശൻ എത്തിയത്. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്ന് വി ഡി സതീശൻ പറഞ്ഞു. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, യോഗത്തിലൊക്കെ പ്രസംഗിക്കാൻ പോലും കഴിയാത്തതിൻ്റെയൊക്കെ അമർഷം ഉണ്ടായിരുന്നുവോ ചെന്നിത്തലയ്ക്ക്? അതൃപ്തിയൊക്കെ ഈ ചർച്ചയിലൂടെ ഇല്ലാതായി കാണും എന്നാണോ പ്രതിപക്ഷ നേതാവ് പറയുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതീക്ഷ, UDF നേതൃത്വവുമായി, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും MMS അടക്കമുള്ള നേതാക്കളുമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെറിയ അതൃപ്തിയിലാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയെ തുടർച്ചയായി 2 UDF നേതൃയോഗങ്ങൾ വിളിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഈ രമേശ് ചെന്നിത്തലയുടെ സ്റ്റാഫിലുള്ള ആളുകളോടാണ് പ്രതിപക്ഷ നേതാവ് യോഗമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നത് എന്നുള്ള ഒരു വിമർശനം നേരത്തെ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന MP-മാരുടെയും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരുടെയും അതോടൊപ്പം തന്നെ UDF നേതാക്കളുടെയും യോഗം പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിൽ വെച്ച് നടന്നിരുന്നു. അന്ന് ആ യോഗത്തിൽ ഈ കേരളത്തിന്റെ ചുമതലയുള്ള ACC സെക്രട്ടറി ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവരും പങ്കെടുത്തിരുന്നു. UDFന്റെ പ്രധാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ് അടക്കമുള്ള പ്രമുഖരായ നേതാക്കളെല്ലാം പങ്കെടുത്ത പരിപാടിയാണ്. അന്ന് മാണി കാപ്പൻ അടക്കമുള്ള നേതാക്കൾക്ക് സംസാരിക്കാൻ അവസരം നൽകിയിട്ടും ഘടകകക്ഷി നേതാക്കൾക്ക് സംസാരിക്കാൻ അവസരം നൽകിയിട്ടും അവിടെ ഉണ്ടായിരുന്ന യോഗത്തിലുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകിയില്ല എന്നുള്ളതാണ് അന്ന് വിമർശനമായി പറഞ്ഞത്. പിന്നീട് ഒരു വിരുന്ന് അവിടെ പ്രതിപക്ഷ നേതാവ് ഒരുക്കിയിരുന്നു. ആ വിരുന്നിൽ പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. ആ വിഷയത്തിൽ തനിക്ക് കൃത്യമായ അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ളവരും രമേശ് ചെന്നിത്തലയും എല്ലാം പിന്നീട് സംസാരിക്കുകയും ചെയ്തതാണ്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ ഒരു പരിഹാരത്തിനാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ടിറങ്ങിയത്. പ്രതിപക്ഷ നേതാവ് രാവിലെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടു. ഇരുവരും ഒന്നിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചാണ് പിരിഞ്ഞത്. എന്തായാലും സഹോദര തുല്യമായ ബന്ധമാണ് തങ്ങൾ തമ്മിലുള്ളത് എന്നും ഈ വിഷയത്തിലൊന്നും ഹൈക്കമാൻഡിൻ്റെ ഇടപെടലിൻ്റെ ആവശ്യമില്ല, തങ്ങൾ തന്നെ ഈ പ്രശ്നമെല്ലാം നേരിട്ടിറങ്ങി പരിഹരിക്കാം എന്നുള്ളതുമാണ് പ്രതിപക്ഷ നേതാവ് എന്തായാലും അല്പം മുമ്പ് വ്യക്തമാക്കിയത്. തങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു എന്നുള്ള കാര്യവുമാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തല ഈ വിഷയത്തോട് പ്രതികരിക്കാൻ എന്തായാലും ഇതുവരെയും തയ്യാറായിട്ടില്ല. പ്രജീഷ്.